കപ്പപ്പുട്ടിൻ്റെ കൂടെ സെർവ് ചെയ്ത ഫിഷ് തവ ഫ്രൈ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ റെസിപ്പി. ഇതേ പിടിച്ചോളൂ റെസിപ്പി. ഞാൻ ഇതുപോലത്തെ 2 മീനാണ് കേട്ടോ എടുത്തത്. നമ്മുടെ നാട്ടിലെ ചെമ്പല്ലി, സിലോപ്പിയ കരിമീനൊക്കെ കൊണ്ടുണ്ടാക്കിയ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. കടയിൽ നിന്ന് ക്ലീൻ ചെയ്ത് മേടിച്ചുകൊണ്ട് എനിക്ക് മീൻ ക്ലീൻ ആക്കിയത് അത്ര തൃപ്തിയായില്ല. പിന്നെ ഒന്ന് സ്റ്റീൽ പോളൊക്കെ ഇട്ട് ഒന്നുകൂടി വൃത്തിയാക്കി എടുത്താണ് കേട്ടോ. വൃത്തിയാക്കിയ മീൻ വരഞ്ഞെടുത്തതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കുറച്ച് വാളംപുളിയുടെ വെള്ളം, പിന്നെ വെളിച്ചെണ്ണ പുരട്ടി അരമണിക്കൂർ മാറ്റി വെക്കാം. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ സവാള, 1/4 ടീസ്പൂൺ ഉലുവ, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും 1/4 ടേബിൾ സ്പൂൺ മല്ലിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 3-4 കാശ്മീരി ചില്ലി മുളകും ഒരു പഴുത്ത തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്കും മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇത് നമുക്കൊന്ന് അരച്ചെടുക്കുമ്പോൾ കുറച്ച് പുളിവെള്ളവും ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് അരക്കണത് കേട്ടോ. ഈ അരപ്പിന് തന്നെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, വെറുതെ കഴിക്കാനായിട്ട്. ഇനി മസാല പുരട്ടി വെച്ച മീൻ നമുക്ക് വെളിച്ചെണ്ണയിൽ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് തിരിച്ച് മറിച്ചിട്ട് ഒരുപാട് മുരിഞ്ഞു പോകാതെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിലേക്ക് അരപ്പിട്ട് കൊടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് 2-3 പ്രാവശ്യം ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് വളരെ കുറഞ്ഞ തീരെ ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുന്ന സമയത്ത് 2-3 പ്രാവശ്യം ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണേ. നോക്കിക്കേ, നമ്മുടെ ഫിഷ് തവ ഫ്രൈ അടിപൊളിയാണ് കേട്ടോ, ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ കൂടെ കൂട്ടി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്.